ഹലോ! അപ്പോൾ കുറച്ച് നാൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്ക് വെച്ച് കുറേ ഡിലേ വന്നായിരുന്നല്ലോ. സോ അതിൽ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ചേട്ടനും ഫാമിലി അബ്രോഡ് സെറ്റിൽഡ് ആണ്. സോ അവർക്ക് ഇത്തവണ നാട്ടിലേക്ക് വരാനായിട്ടുള്ള ലോങ് ലീവ് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു ഏതെങ്കിലും ഒരു കൺട്രിയിൽ വെച്ച് മീറ്റപ്പ് ചെയ്യാം എന്നുള്ളത്. ചേട്ടൻ്റെ പിള്ളേർക്ക് വെക്കേഷൻ ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് വിയറ്റ്നാം ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ട്രിപ്പ് നടന്നില്ല. അത് ഏജൻസിക്കാരുടെ കുറച്ച് ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് അങ്ങനെ ക്യാൻസലായി പോയല്ലോ എന്ന് ഓർത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, എന്തായാലും ഞാനും ചേച്ചി ലീവ് എടുത്തിരിക്കുകയാണ്, അതുപോലെ തന്നെ പിള്ളേർക്കും വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ വിസ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ മീറ്റപ്പ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഉള്ള പ്ലാനിൽ നടന്ന ട്രിപ്പാട്ടോ ഇത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മമ്മിയുടെ ബ്രദറിൻ്റെ ഒരു സർജറി കഴിഞ്ഞായിരുന്നു. സോ നമ്മൾ അച്ചാച്ചനെയും അമ്മച്ചീനെയും എല്ലാവരും കയറി കണ്ട് യാത്ര പറഞ്ഞിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊരു 8-8:30 ആയപ്പോൾ എത്തി നൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് ടൈം വന്നിട്ട് 12:40 AM പിന്നീട് അതൊരു 1 hour ഡിലേ വന്ന് 1:40 AM അങ്ങനെ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയതുകൊണ്ട് അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡായി. അല്ലെങ്കിൽ ഭയങ്കര ബോറടിയായേനെ. അതായത് കുറേ ടൈം ഉണ്ടല്ലോ അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തട്ടി ഫ്ലൈറ്റിൽ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് യൂഷ്വലി എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങണമല്ലോ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒരു വിൻഡോ സീറ്റ് ഒപ്പിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സംഗതി ടേക്ക് ഓഫും ലാൻഡിങ്ങും കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നോക്കി പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് സൺറൈസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ എയർവേസ് വന്നിട്ട് ബത്തീക്ക് എയർവേസ് ആട്ടോ. അതായത് പണ്ടത്തെ മലിൻഡോ എയർവേസ് മാറിയിട്ടാണ് ബത്തീക്ക് എയർവേസ് ആയത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് മലേഷ്യയാണ്. മലേഷ്യയിൽ ഇപ്പോൾ ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് മലേഷ്യയിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റപ്പ് ചെയ്യുന്നത്. ഓൾറെഡി ചേച്ചിയും ചേട്ടനും ഫാമിലിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസമാണ് എത്തുന്നതെന്ന് മാത്രം. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിള്ളേരെ കണ്ടിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെയൊക്കെ കാണാനും കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഒരു 8:30 8:40 ആ ഒരു ടൈമിലായിട്ടാട്ടോ ലാൻഡ് ചെയ്തത്. അങ്ങനെ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സൺറൈസൊക്കെ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. ഒരുവിധം ആളുകളൊക്കെ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങാണ്. പക്ഷേ ഞാൻ പുറത്ത് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 8:30 8:40 ആയപ്പോൾ എത്തി. അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വിശപ്പ് ഇതൊന്നും നോക്കിയില്ല. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് എത്താൻ ഒരു 2 hours ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇത് പാർട്ട് 1 ആൻഡ് ഡേ 1 ഓഫ് ദ മലേഷ്യൻ വ്ളോഗാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.